നമസ്കാരം. സാക്ഷരതാ മിഷന്റെ 10ാം ക്ലാസ്സിലെ തുല്യത പഠിതാക്കൾക്ക് വേണ്ടിയുള്ള ഹിന്ദി പാഠഭാഗത്തിലെ ആദ്യത്തെ പാഠഭാഗമായ പൗധോം കി പീഠിയാം എന്ന പാഠത്തിന്റെ റെക്കോർഡഡ് ക്ലാസ് ആണ്. ദയവായി ശ്രദ്ധിക്കുക. ഇതിന്റെ മലയാള പരിഭാഷയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. പലതരം പഠിതാക്കൾ ഉള്ളത് കൊണ്ടും പലരുടെ ആവശ്യം കൊണ്ടും ഗൂഗിൾ മീറ്റിൽ ക്ലാസ് എടുത്തതിന് ശേഷമുള്ള ആവശ്യപ്രകാരമാണ് ഞാൻ ഈ ക്ലാസ് മലയാളത്തിൽ നിങ്ങളുടെ അറിവിലേക്കായി പകർന്നു തരുന്നത്. അതുകൊണ്ട് ഇത്തിരി സ്പീഡിലായിരിക്കും. നമ്മൾ ക്ലാസ് എടുത്ത് സംശയങ്ങളൊക്കെ തീർത്തതാണ് 2-3 പീരീഡ് കൊണ്ട്, അല്ലേ? പൗധോം കി പീഠിയാം എന്ന് പറഞ്ഞാൽ പൗധ ചെടികൾ, കുറ്റിച്ചെടികൾ. പീഠിയാം മാനെ തലമുറകൾ, ചെടികളുടെ തലമുറകൾ. കവി ഹൈ ഹരിവംശ റായ് ബച്ചൻ. അമിതാഭ് ബച്ചന്റെ അച്ഛനാണ് ഹരിവംശ റായ് ബച്ചൻ, അല്ലെങ്കിൽ ഫിലിം ആക്ടറായ അഭിഷേക് ബച്ചന്റെ മുത്തച്ഛനാണ് ഹരിവംശ റായ് ബച്ചൻ. ഹിന്ദി സാഹിത്യത്തിൽ ഏറ്റവും പ്രസിദ്ധനായ കവിയാണ് ഹരിവംശ റായ് ബച്ചൻ. അദ്ദേഹത്തെ കുറിച്ച് ആദ്യം ഒന്ന് പരിചയപ്പെടാം. 1907 നവംബർ 27 അദ്ദേഹം ജനിച്ചു. പ്രതാപ്ഗഡ് ജില്ല, ഇലാഹാബാദിലാണ് അദ്ദേഹം ജനിച്ചത്. മധുശാല, മധുബാല, മധുകലശ്, നിശാ നിമന്ത്രൺ എന്നീ കവിതാ സംഗ്രഹങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ക്യാ ഭൂലും ക്യാ യാദ് കരും, നീഡ്കാ നിമന്ത്രൺ ഫിർ, ബസേരെ സെ ദൂർ, 10 ദ്വാർ സെ സോപാൻ തക് എന്നീ ആത്മകഥയും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സാഹിത്യ അക്കാദമി പുരസ്കാരം 1968 പത്മഭൂഷൺ 1976 അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. 2003 ജനുവരി 18 അദ്ദേഹം ഇഹലോകവാസം വെടിയും. അപ്പൊ ഇതിന്റെ എല്ലാ നോട്ട്സും ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു വാട്സാപ്പിൽ കൂടി. അപ്പോൾ പ്രൊഫൈല് ഉറപ്പായിട്ട് 5 മാർക്കിന്റെ ചോദ്യമാണ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ബയോഡാറ്റ ഏതെങ്കിലും കവിയുടെയോ ലേഖകന്റെയോ തന്നിട്ട് അത് സെന്റൻസ് ആയിട്ട് എഴുതാനുള്ള ക്വസ്റ്റ്യൻ ഷുവറായിട്ട് കാണും. എന്താണ് പൗധോം കി പീഠിയാം എന്നുള്ള കവിതയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കവിതയെന്ന് ഞാൻ വായിക്കാം ആദ്യം, അതിനുശേഷം നമ്മൾ ഭാവാർത്ഥത്തിലോട്ട് പോകാം. देखा एक बड़ा बरगद का पेड़ खड़ा है, उसके नीचे हैं छोटे छोटे कुछ पौधे, बड़े सुशील विनम्र लगे मुझसे यूं कहने, हम कितने सौभाग्यवान हैं, आसमान से आगी बरसे, पानी बरसे, आंधी टूटे, हमको कोई फिक्र नहीं है, एक बड़े की वरद छत्र छाया के नीचे हम अपने दिन बिता रखे हैं, बड़े सुखी हैं. देखा एक बड़ा बरगद का पेड़ खड़ा है, उसके नीचे हैं छोटे छोटे कुछ पौधे, असंतुष्ट और रुष्ट, देखकर मुझको बोले, हम कितने बदकिस्मत हैं, जो खतरों का नहीं सामना करते, कैसे वे ऊपर को उठ सकते हैं, इसी बड़े की छाया ने तो हमको बौना बना रखा है, हम बड़े दुखी हैं. देखा एक बड़ा बरगद का पेड़ खड़ा है, उसके नीचे हैं छोटे छोटे कुछ पौधे, तने हुए उद्दंड, देखकर मुझको गरजे, हमको छोटा रखकर ही ये बड़ा बना है. जन्म अगर हम पहले पाते तो हम इसके अग्रज होते, हम इसके दादा कहलाते, इस पर छाते, नहीं वक्त का जुल्म हमेशा हम यों ही सहते जाएंगे, हम कांटों की आरी और कुल्हाड़ी अब तैयार करेंगे, फिर जब आप यहां आएंगे बरगद की डाली डाली कट्टी पाएंगे, ठूंठ मात्र यह रह जाएगा, नंगा बूचा और निगल जाएंगे, तब हम इसे समूचा. 1-2 പ്രാവശ്യം ഹിന്ദി വായിക്കണം. വായിച്ചാലേ അർത്ഥം മനസ്സിലാവുകയുള്ളൂ. എന്നാൽ കഴിയുന്ന ഭാവാർത്ഥം ഹിന്ദിയിലും മലയാളത്തിലും ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കാം. देखा एक बड़ा बरगद का पेड़ खड़ा है, उसके नीचे हैं छोटे छोटे कुछ पौधे, बड़े सुशील विनम्र लगे मुझसे यूं कहने. कवि बच्चन जी कहते हैं कि बरगद का पेड़ दूर में खड़े रहने वाला मैंने देखा है. बरगद का पेड़ माने बेनियन ट्री, आलमരം. उसके नीचे हैं छोटे छोटे कुछ पौधे. ആ ആൽമര ചോട്ടിൽ കുറെ ചെറിയ ചെറിയ ചെടികളുണ്ട്. ഇവയാണ് ഈ
പാഠത്തിലെ രണ്ട് മുഖ്യ കഥാപാത്രങ്ങൾ. ഒന്ന് വൽവൃക്ഷവും വടവൃക്ഷവും, ഒന്ന് ചെറിയ കുറ്റിച്ചെടികളും. ഇവർ രണ്ടുപേരുടെയും ജീവിതത്തിലെ വ്യത്യാസമാണ് തലമുറ എന്ന ഈ പൗധോങ്കി പീഡിയ എന്ന രീതിയിൽ നമ്മൾ പഠിക്കുന്നത്. രണ്ട് തലമുറകളാണ്, അല്ലെങ്കിൽ രണ്ട് തരം ചിന്തകളാണ്. നമ്മുടെ നാട്ടില് രണ്ടു തരം അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഒരേ കാര്യത്തിനെ രണ്ടായി കാണുന്ന ആൾക്കാരുണ്ട്. ഗുണവും ദോഷവും ഇല്ലാത്ത ആരുമില്ല. പാഠം പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. देखा एक बड़ा बरगद का पेड़ खड़ा है, उसके नीचे है छोटे छोटे कुछ पौधे. ഒരു വൻവൃക്ഷം, ബനിയൻ ട്രീ അല്ലെങ്കിൽ ആൽമരം നിൽക്കുന്നത് ഞാൻ കണ്ടു. ആ ആൽമരത്തിന്റെ ചോട്ടിൽ കുറെ കുറ്റിച്ചെടികളും നിൽക്കുന്നത് ഞാൻ കണ്ടു. എങ്ങനെയാ നിൽക്കുന്നത്? വളരെ സുശീല और विनम्र है. വളരെ നല്ല ശീലത്തോടു കൂടി, അച്ചടക്കത്തോടു കൂടി, വിനമ്രതയോടു കൂടിയാണ് ആ കുറ്റിച്ചെടികൾ നിൽക്കുന്നത്. എന്നിട്ട് മുझसे യോം कहने लगे, എന്നോട് ഇപ്രകാരം പറയാൻ തുടങ്ങി. എപ്രകാരം? ഹം കിത്നെ സൗഭാഗ്യവാൻ ഹെ, ഞങ്ങൾ എത്രത്തോളം ഭാഗ്യവാന്മാരാണ്. കുറ്റിച്ചെടികളാണ് ഈ പറയുന്നത്. എന്താ കാര്യം? കവിയോട് പറയുന്നതായിട്ട് കവി തോന്നുന്നു. അല്ല, കവിക്ക് കൽപ്പന ഹെ. ആസ്മാൻ സെ ആഗി ബർസേ, ആകാശത്ത് നിന്നും തീ വർഷിച്ചോട്ടെ, ഇടിമിന്നൽ ഉണ്ടായിക്കോട്ടെ. പാനി ബർസേ, പേമാരി പെയ്തോട്ടെ. ആന്ധി ടൂട്ടെ, കൊടുങ്കാറ്റ് വന്നോട്ടെ. തൂഫാൻ ആയി, നോ പ്രോബ്ലം. ഹംകോ കോയി ഫിക്കർ നഹി ഹെ. ഫിക്കർ മാനെ ഫിക്ർ, ചിന്ത. ഞങ്ങൾക്ക് യാതൊരു ചിന്തയും ഇല്ല ഇതൊക്കെ വന്നാല്. एक बड़े की वरद छत्र छाया के नीचे, ഒരു വൻവൃക്ഷത്തിന്റെ ഛായ के नीचे, തണലിന് കീഴിൽ ഹം അപ്നെ ദിൻ ബിതാ രഹേ ഹെ, ഞങ്ങൾ ഞങ്ങളുടെ ദിവസം ചെലവഴിക്കുന്നു. കൈസേ ബഡേ സുഖി ഹെ, വളരെ സുഖത്തോടുകൂടി ആൽമരച്ചോട്ടിൽ ഞങ്ങള് ഒന്നിനെ കുറിച്ചും ചിന്തയില്ലാതെ നമ്മുടെ ജീവിതം ചെലവഴിക്കും. ഞങ്ങൾ വളരെ സൗഭാഗ്യമാണ്. ഇത്രത്തോളം സൗഭാഗ്യം ഇനി നമ്മൾ മനുഷ്യനിലോട്ടും കൂടി ഒന്ന് കൽപ്പിക്കണേ. ഇങ്ങനെയുള്ള ജീവിതമുള്ള ആൾക്കാർ എത്രയോ ആൾക്കാരുണ്ട്, അല്ലെ? ജീവിതത്തിൽ പൂജ്യത്തിൽ നിന്നും തുടങ്ങി വലിയവരായ ആൾക്കാരുണ്ട്. ഒന്നും അറിയാതെ പണച്ചാക്കുകളുടെ കീഴിൽ നല്ല കൂരയിൽ കീഴ് കിടന്ന്, അല്ലെ, തന്റെ വൈവാഹിക ജീവിതത്തിൽ പോലും കിടക്കേണ്ട കട്ടിലിന്റെ ആണി പോലും ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കേണ്ട അവസ്ഥയില്ലാത്ത തലമുറയും ഇന്ന് വളരുകയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭാവാർത്ഥം മനസ്സിലാവുന്നുണ്ടോ എന്തോ? കാരണം ഒന്നിനെ കുറിച്ചും വേവലാതിയില്ല ഇന്നത്തെ മക്കൾക്ക്. അച്ഛനമ്മമാര് തങ്ങളുടെ മക്കൾക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ്. എന്നാൽ പണ്ടത്തെ തലമുറയിൽ അങ്ങനെയല്ല. അന്നുള്ള കാര്യങ്ങൾ അന്നു ചെലവഴിക്കാൻ വേണ്ടി മാത്രം ആൾക്കാര് ജീവിച്ചു പോന്നിരുന്നു. അപ്പൊ അതാണ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കേവലം ഇവിടെ വടവൃക്ഷമായ ആൽമരമോ അല്ലെങ്കിൽ എന്താണ് കുറ്റിച്ചെടികളുടെ മാത്രം കഥയല്ല. ഇവിടെ ഒരു രണ്ട് ചോദ്യമുണ്ട്. ബർഗദ് और छोटे पौधे किसकी ओर संकेत करते हैं? ആൽമരം എന്തിനെ പ്രതീകമാക്കി എടുക്കുന്നു? അല്ലെങ്കിൽ छोटे पौधे കുറ്റിച്ചെടികൾ എന്തിന്റെ പ്രതീകമാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ബർഗദ് ആശ്രയ കാ പ്രതീക് ഹെ, വിനമ്രത കാ പ്രതീക് ഹെ. ഒരാശ്രയമാണ്, വിനയത്തിന്റെ പ്രതീകമാണ്, സൗമ്യതയുടെ പ്രതീകമാണ്. छोटे पौधेയോ निराशावादी का प्रतीक है, अहंकार का प्रतीक है. ബർഗദ് ആശാ കാ ഭി പ്രതീക് है. ആശയാണ്, അല്ലേ? ബർഗദ് ഉണ്ടെങ്കിൽ, ആൽമരം ഉണ്ടെങ്കിൽ നാളെ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളും. तो आशावादी है, लेकिन छोटे पौधे निराशावादी है. नेक्स्ट, देखा एक बड़ा बरगद का पेड़ खड़ा है, उसके नीचे है छोटे छोटे कुछ पौधे, असंतुष्ट और रुष्ट. കൺസെപ്റ്റ് മാറുകയാണ് അടുത്ത പാരഗ്രാഫ് ആവുമ്പോൾ. പക്ഷെ അതിന് മുമ്പ് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഹം കിത്തനെ സൗഭാഗ്യവാൻ ഹെ, ഛോട്ടെ പൗധേ ഐസേ ക്യോं कहते हैं? ഞങ്ങൾ എത്രത്തോളം ഭാഗ്യവാന്മാരാണെന്ന് ചെറിയ ചെടികൾ, കുറ്റിച്ചെടികൾ എന്താണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം? എന്താന്ന് വെച്ചാൽ, ഒന്നിനെ കുറിച്ച് വേവലാതിയില്ല, നല്ല ആശ്രയം. മഴ പെയ്താൽ നനയുമോ, ചൂട് വന്നാൽ ചുട്ടുപൊള്ളുമോ, കിടക്കാൻ സ്ഥലമില്ലാതാവുമോ, ഇങ്ങനത്തെ വേവലാതിയൊന്നുമില്ല. ഇന്നത്തെ പണക്കാരുടെ മക്കൾ ജീവിക്കുന്ന രീതി. നല്ലൊരു കൂരയുടെ കീഴിൽ എത്രയോ തലമുറകൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ട ആൾക്കാരുണ്ടല്ലേ. അംബാനിയുടെ കഥ എടുക്കാം, അല്ലേ?
ലുലു മാളിന്റെ ഓണർ യൂസഫ് അലിയുടെ അടുത്ത എത്രയോ തലമുറയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുന്നു അദ്ദേഹം. അപ്പൊ ഇവരുടെയൊക്കെ എത്രയോ കൊച്ചുമക്കൾക്കൊന്നും യാതൊരു ചിന്തയും ഇല്ലാതെ ഒന്നിനെ കുറിച്ച് പേടിക്കാതെ ജീവിക്കാം. അതുപോലെ എത്ര പണക്കാരുണ്ട്. മുകേഷ് അംബാനി, അനിൽ അംബാനി, ടാറ്റ, ബിർള, ഇതൊക്കെ ഇന്ത്യയുടെ ആൾക്കാരാണ്. ഇതുപോലെ വേൾഡിലും ബിൽഗേറ്റ്സിന്റെ കഥയും നല്ല ഒത്തിരി ആൾക്കാരുണ്ട് പണക്കാരൻ. അതിനകത്തൊന്നും ഞാൻ പോകുന്നില്ല. അപ്പൊ ആൽമരം അങ്ങനെയായിട്ട് എടുത്തോ. അതിന് താഴെ താമസിക്കുന്ന കുറ്റിച്ചെടികളാണ് അവരുടെ അടുത്ത തലമുറയിലെ എത്രയോ തലമുറകൾ കീഴിലുള്ള ആൾക്കാർ. പക്ഷെ അടുത്ത പാരഗ്രാഫ് വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. വീണ്ടും देखा एक बड़ा बरगद का पेड़ खड़ा है. ആ ആൽമരം നിൽക്കുന്നത് ഞാൻ കണ്ടു. അതിന്റെ കീഴിൽ കുറെ കുറ്റിച്ചെടികളുണ്ട്. അസന്തുഷ്ടരും ദുഷ്ടരുമാണ് അവർ. ആ കുറ്റിച്ചെടികളെ ഒരു കോയിന് രണ്ട് വശം പോലെ. അതേ ആൽമര ചുവട്ടിൽ മറുവശത്ത് വേറെയും കുറെ കുറ്റിച്ചെടികളുണ്ട്. അവയെല്ലാം തന്നെ അസന്തുഷ്ടരുമാണ്, രുഷ്ടരുമാണ്. രുഷ്ടമാനെ ക്രുദ്ധ ഹൈ, ക്രോധിത് ഹൈ, വേ ബഹുത് ദുഃഖി ഹൈ. എന്താ കാരണം? देखकर मुझको देखकर बोले, എന്നെ നോക്കിയിട്ട് പറഞ്ഞു, हम कितने बदकिस्मत हैं. ബദ്കിസ്മത്ത് മാനെ എന്ത് ദുർഭാഗ്യവാന്മാരാണ് ഞങ്ങൾ, ഭാഗ്യമില്ലാത്തവരാണ് ഞങ്ങൾ, എത്ര നിർഭാഗ്യവാന്മാരാണ്. जो खतरों का नहीं सामना करता है. खतरा माने അപകടം. ഒരു അപകടങ്ങളെയും ഞങ്ങൾക്ക് എന്താ ത്രാണിയില്ല നേരിടാൻ. ഒറ്റ അപകടങ്ങളെയും നേരിടാനുള്ള ശക്തി ഞങ്ങൾക്കില്ല. പിന്നെയോ കൈസേ വേ ഊപ്പർ കോ ഉഡ് സക്തെ, ഞങ്ങൾ എങ്ങനെ ഈ ആൽമരം നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾ എങ്ങനെ മേപ്പോട്ടേക്ക് ഉയർന്നു വരും? ഇങ്ങനെ ആൾക്കാരുണ്ടല്ലോ. ചിലർക്ക് തടസ്സം രാഷ്ട്രീയത്തിലാണ്. അങ്ങനെയൊക്കെ വൻമരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ മരങ്ങൾക്കൊന്നും വളരാൻ പറ്റുന്നില്ല. രാഷ്ട്രീയത്തിലാണ് ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ. എല്ലാ പാർട്ടികളിലും ഉണ്ട്. വൻമരങ്ങളൊക്കെ അവർക്ക് റിട്ടയർമെന്റും ഇല്ല. 80 90 വയസ്സിലായാലും അവർക്ക് മുഖ്യമന്ത്രി ആവണം, പ്രധാനമന്ത്രി ആവണം, ഏതൊക്കെ പോസ്റ്റ് കിട്ടിയാലും അവർക്ക് അത്യാഗ്രഹമുണ്ട്. പക്ഷെ താഴെയുള്ളവരെ, യൂത്ത് ഉള്ള ആൾക്കാരെ പൊങ്ങി വരാൻ അനുവദിക്കത്തില്ല. അങ്ങനെ ചിന്തിക്കുന്നവരില്ലേ? ഞാൻ ഉദാഹരണം പറയുന്നൊന്നുമില്ല, ആരെ ആക്ഷേപിക്കുകയല്ല. കൈസേവേ ഊപ്പർക്ക് ഓട് സക്തേ ഹൈ, എങ്ങനെ ഞങ്ങൾ മേലോട്ട് വരും? ഇങ്ങനെ വൃക്ഷങ്ങൾ നിന്ന് കഴിഞ്ഞാൽ വെയിലുമില്ല, മഴയുമില്ല, കാറ്റുമില്ല, യാതൊരു പ്രതിസന്ധികളെയും ഞങ്ങളെ തരണം ചെയ്യാൻ പഠിക്കുന്നില്ല. പിന്നെയോ इसी बड़े की छाया ने तो हमको भवना बना रखा. भवना बना रखा माने ഷോർട്ട്, ഡ്വാർഫ് ആക്കി മാറ്റിയിരിക്കുന്നു, കുള്ളനാക്കി മാറ്റിയിരിക്കുന്നു. ഇസി ബഡേ കി ഛായ, ഈ ആൽമരത്തിന്റെ തണല് ഞങ്ങളെ ചെറുതാക്കി മാറ്റിയിരിക്കുന്നു. പിന്നെയോ ഹം ബഡേ ദുഃഖി ഹൈ, ഇതിൽ ഞങ്ങൾ വളരെയധികം ദുഃഖിതരുമാണ്. देखा एक बड़ा बरगद का, അടുത്ത പാരഗ്രാഫാണ്. एक बड़ा बरगद का पेड़ खड़ा है, उसके नीचे हैं छोटे छोटे कुछ पौधे तने हुए उद्दंड. മൂന്നാമത്തെ വിഭാഗം ആൾക്കാർ, തലമുറകളാണ്. 3 തലമുറയുടെ കാര്യങ്ങളായി പറയുന്നത്. ആദ്യത്തെ തലമുറ സൗഭാഗ്യവാൻ, രണ്ടാമത്തെ തലമുറയിലെ ആൾക്കാർ പറയുന്നു ഞങ്ങൾ വളരെ ദുഃഖിതർ, മൂന്നാമത്തെ തലമുറയിലെ ആൾക്കാർ എന്താ പറയുന്നു നോക്കാം. ഈ ആൽമര ചുവട്ടിൽ വീണ്ടും കുറെ ചെടികളുണ്ട്. അവർ വളരെ തനേ മാനെ ബഹുത് തനാവ്, ടെൻഷൻ, പ്രഷർ ഞങ്ങൾ അനുഭവിക്കുന്നു. ഉദ്ദണ്ഡ് ഹൈ, ഉദ്ദണ്ഡ് മാനെ കോയി കാര്യം നഹീ ഹൈ, തന്നിഷ്ടക്കാരായ, റൂഡാണ്. അങ്ങനെയുള്ള ആൾക്കാർ എന്താ പറയുന്നത് നോക്കാം. देख कर मुझको गरजे, मुझे देख कर गरजे हैं. कवि कहता है इस बरगद के पेड़ को देखकर वे गरजते हैं, വളരെയധികം ഗർജിക്കുന്നു. हमको छोटा रखकर ही ये बड़ा बना है. അവർ പറയുന്നത് എന്താ? ഞങ്ങളെ ചെറുതാക്കി വെച്ചിട്ടാണ് ഇവരെല്ലാം വലുതായത്. ജന്മ അഗർ ഹം പഹലെ പാത്തെ तो हम इसके अग्रज होते. ഞങ്ങൾ ഇവനെക്കാട്ടിലും മുമ്പേ ജനിച്ചിരുന്നു എങ്കിൽ എത്ര അഗ്രജൻ, ഇവരെക്കാട്ടിലും ഒക്കെ ഞാൻ വലിയ, ഇങ്ങനെ പറയുന്ന ആൾക്കാരില്ലേ? നിങ്ങളുടെ കാലഘട്ടത്തിലാണ് ഞാൻ ജീവിച്ചിരുന്നതെങ്കിൽ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അല്ലെ? ഞാനൊന്നും വലുതാ ഇങ്ങനെ ആയിപ്പോയത്. ഇപ്പോഴത്തെ കാലഘട്ടം ആയതുകൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ജന്മ അഗർ ഹം പഹലെ പാത്തെ तो हम इसके अग्रज होते. അഗ്രജ എന്ന് പറഞ്ഞാൽ അഗ്രഗണ്യൻ, ഇവനെക്കാട്ടിലും വലിയവനായിരുന്നേനെ അവന്റെ കാലത്ത് ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ. ഇന്നും ആൾക്കാർ പറയുന്നുണ്ടല്ലോ PSC ടെസ്റ്റ് ഒക്കെ പാസ്സാകാൻ പണ്ടൊക്കെ എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞാൽ ഏത് ജില്ലയിൽ പോയി ഒരേ പോസ്റ്റ് എഴുതാം. ഇന്ന് ഒരു ജില്ലയിലെ ഒരാൾക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. പല ദിവസങ്ങളിൽ ടെസ്റ്റ് നടക്കുമായിരുന്നു പണ്ട്. ഇന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഫൈറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു ജോലി നേടുന്നത്. പണ്ട് ആയിരക്കണക്കിന് ആൾക്കാരില്ല, അത്രയും എഡ്യൂക്കേഷൻ ഇല്ല, ഡിഗ്രി അധികം കുറവാണ് അല്ലേ? അപ്പം ഫൈറ്റ് കുറവാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നത്തെയോ കമ്പാരിസണിലാണെങ്കിൽ പോലും ഇന്ന് ലക്ഷത്തിൽ ഒരുവനാകാനാണ് നമ്മൾ ഓടുന്നത്. എന്നിട്ടും പല സമയത്തും ചിലർക്ക് 50% ഓടിയ ഫസ്റ്റ് റാങ്ക് കിട്ടും, ചിലർ 100% ഓടേണ്ടി വരുന്നുണ്ട്. എന്നിട്ട് 100% ഓടിയിട്ടാണ് ജോലി നേടുന്നത് ഓരോരുത്തർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ കാര്യം പൊരുൾ മനസ്സിലാവുന്നുണ്ടോ?
ഞങ്ങൾ അന്നായിരുന്നു എങ്കിൽ ഞങ്ങൾ പണ്ടേ ജോലി കിട്ടി പോയേനെ. അത്രേ ഉള്ളൂ. അപ്പോ ജന്മഅഗർ ഹം പഹലെ പാത്തെ, ഞങ്ങൾ നേരത്തെ ജനിച്ചിരുന്നുവെങ്കിൽ, ആ തലമുറയിൽ ജനിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇതിനെക്കാട്ടിലും വലിയവനായി മാറിയാണ്. ഹം ഇസ്കെ ദാദാക്കാലാതെ, ഇവന്റെ അപ്പൂപ്പനായിട്ട് ഞങ്ങളെ വിളിച്ചേനെ നിങ്ങൾ എല്ലാവരും. ഇസ് പർ ഛാത്തെ, ഇതിൽ തന്നെ ഞങ്ങളുടെ തണലിൽ അവരിരുന്നേനെ. നഹീം വക്ത് കാ ജുൽമ് ഹമേശ, ഞങ്ങളുടെ ഇപ്പൊ സമയമില്ല എപ്പോഴും ഉള്ള പോലെ. ഹം യോയി സ്ഥലത്തെ ജായേഗെ, ഞങ്ങൾ ഇതുപോലെ തന്നെ അനുഭവിച്ചു പോവുകയാണ്. ഹം കാണ്ടോ കി ആരി और കുൽഹാടി അബ് തയ്യാർ കരേഗെ, ഞങ്ങളിപ്പോ മുള്ളുകൊണ്ടുള്ള വേലി അല്ലെങ്കിൽ കോടാലി എടുക്കുകയാണ്. കുൽഹാടി മാനെ കോടാലി. എന്തിന്? ഫിർ ജബ് ആപ് യഹാം ആയെങ്കെ, നിങ്ങൾ വീണ്ടും ഇവിടെ തന്നെ വരികയാണ് എങ്കിൽ, ബർഗദ് കി ഡാലി ഡാലി കട്ടി പായെങ്കെ, ഇനി ഞങ്ങളെ വളരാൻ അനുവദിക്കാത്ത ഈ വൻവൃക്ഷത്തിന്റെ കൊമ്പുകളെല്ലാം ഞങ്ങൾ കോടാലി കൊണ്ടും മുള്ളുകൊണ്ടും ഞങ്ങൾ വെട്ടി അരിയും നുറുക്കും. അല്ലെ? എന്നിട്ടോ ഠൂണ്ട് മാത്രം ജായക, അതിന്റെ മരക്കുറ്റി മാത്രം ഈ ഭൂമിയിൽ അവശേഷിക്കും. ബാക്കിയെല്ലാം വെട്ടി അരിയും നുറുക്കും. കാരണം ഞങ്ങളുടെ വികാസത്തിന് തടസ്സമായി വരുന്ന മുൻ തലമുറ എന്ന് ചിന്തിക്കുന്ന ആ വിഭാഗം ആൾക്കാരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാ വിഭാഗവും അല്ല, കുറച്ച് വിഭാഗം, 25% 30%. ഠൂണ്ട് മാത്രം, വെറും മരക്കുറ്റി മാത്രം ഇവിടെ അവശേഷിക്കും. നങ്ക ബൂച്ച, നങ്ക ബൂച്ച എന്ന് പറഞ്ഞാൽ നേക്കഡ്, വെറും വളരെ കുറച്ച് മാത്രം. और निगल जाएंगे तब हम इसे समूचा, നിഗൽ ജ, വിഴുങ്ങും, ഇതിനെ മുഴുവനായിട്ട് ഞങ്ങൾ വിഴുങ്ങി ഇതിനെ ഒന്നും അല്ലാതാക്കി തരും. ഇത്രയേ ഉള്ളൂ കവിത. 3 തരം ആൾക്കാര്. ഒന്ന്, ഞങ്ങള് കുറച്ച് കുറ്റിച്ചെടികൾ പറഞ്ഞ് ഞങ്ങൾ വളരെ സൗഭാഗ്യവാനാണ്. ഈ പൂർണ്ണയിൽ ഇങ്ങനത്തെ തലമുറ ഉള്ളത് കൊണ്ട്, ഞങ്ങൾക്ക് പൂർവികരുള്ളത് കൊണ്ട്, വൻവൃക്ഷമായ ആൾക്കാര് മനുഷ്യന്റെ കൺസെപ്റ്റിൽ കൂടെ ചിന്തിക്കണം. എല്ലാത്തരം സുഖ സൗകര്യങ്ങൾ ഞങ്ങൾ കൊണ്ട് ഒന്നിനെ കുറിച്ചും വേവലാതിയില്ല. രണ്ടാമത്തെ ആൾക്കാര്, ഞങ്ങൾ ദുർഭാഗ്യവാന്മാർ, ഞങ്ങളെ വളരാൻ അനുവദിക്കുന്നില്ല, ഞങ്ങള് വളരെ അസന്തുഷ്ടരാണ് എന്ന് പറഞ്ഞ് ആൾക്കാർ, ഇവരുടെ വളർച്ചയാണ് ഞങ്ങളെ തളർത്തിയതെന്ന് പറയും. മൂന്നാമത്തെ തരം ആൾക്കാർ, ഞങ്ങൾ ചെറുതായത് കൊണ്ടാണ് ഇവർ വലുതായത്. നമ്മൾ കുറ്റം പറയും, നമ്മുടെ എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ നമ്മളെ ചൂണ്ടിക്കാണിക്കുക, മറ്റുള്ളവരെ കാണിക്കത്തുള്ളൂ, അല്ലെ? അതാണ്. और कुछ पौधे ऐसे क्योंकि वे तो अहंकार रूपी पौधा, अहंकार का प्रतीक है. यहाँ किस सामाजिक स्थिति की इशारा करता है? क्वेश्चन अതാണ്. ഇവിടെ ഏത് സാമൂഹ്യ വ്യവസ്ഥയെയാണ് ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്? ഇന്നത്തെ ആധുനിക സാമൂഹ്യ പരിസ്ഥിതികളിലോട്ട് തന്നെയാണ്. ആധുനിക സമൂഹം പഴയ തലമുറയെ അംഗീകരിക്കുന്നില്ല. പഴയ തലമുറക്കാർക്കൊന്നും അറിയില്ല എന്ന് ഞങ്ങൾക്ക് മാത്രമല്ല അറിയുന്നുള്ളൂ എന്നും അഹങ്കരിക്കുന്നു. അല്ലെങ്കിൽ ഇന്നത്തെ അവരുടെ പരാജയത്തിന് കാരണം അവരല്ല എന്നും പൂർവികരാണെന്നും അവകാശപ്പെടുന്നു. ഇത്രയൊക്കെയുള്ള അവകാശം. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് തന്നിരുന്നു. ആ നോട്ട്സിനെ കൂടെ ഒന്ന് മലയാളത്തിലോട്ട് ഞാൻ നിങ്ങൾക്ക് പറയാം. നിങ്ങളൊന്ന് നോട്ട് ചെയ്യുമല്ലോ. നിങ്ങൾ നോട്ട്സ് വെക്കുമ്പോൾ ഇത് ഈ ക്ലാസ്സും വെച്ചുകൊണ്ട് വേണം നോട്ട്സ് ശ്രദ്ധിക്കാൻ. ഒന്നാമത്തെ ചോദ്യം, कविता के प्रतीकों को चुनकर लिखें. बरगद किसका प्रतीक है? छोटे पौधे किसका प्रतीक है? आश्रय का प्रतीक है बरगद, विनम्रता का प्रतीक है छोटे पौधे, तो निराशावादी और अहंकार का प्रतीक. ഞാൻ കവിതയ്ക്കിടയിൽ പറഞ്ഞു. രണ്ടാമത്തെ, चर्चा करें एक बड़े की वरद छत्र छाया के नीचे हम अपने दिन बिता रहे हैं, बड़े सुखी हैं. इन पंक्तियों के आशय तैयार करें और आशय व्यक्त करें. ഈ മരത്തിന്റെ കീഴിൽ, വടവൃക്ഷത്തിന്റെ കീഴിൽ ഞങ്ങൾ ദിവസം ചെലവഴിക്കുന്നു, ഞങ്ങൾ സുഖിയരാണ്, ഈ സുഖിയന്മാരാണ്, സന്തുഷ്ടരാണ്. ഇതിന്റെ ആശയം ഒന്ന് തയ്യാറാക്കുക, വ്യക്തമാക്കുക. എന്താണ്? छोटे पौधे बरगद के पेड़ के नीचे खड़े होकर अपने को सौभाग्यवान मानते हैं. ചെറിയ കുറ്റിച്ചെടികൾ ഈ ആൽമരത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് തങ്ങളെ സൗഭാഗ്യവാനായിട്ട് കാണും. बरगद के पेड़ की छाया में हम बड़े सुखी से जीवन बिता रहे हैं, हम सब खुश हैं. ഈ ആൽമര ചുവട്ടിൽ, ആൽമരത്തിന്റെ തണലിൽ ഞങ്ങൾ വളരെ സുഖലോലുപരായി ജീവൻ ചെലവഴിക്കുന്നു, ഞങ്ങൾ എല്ലാവരും സന്തുഷ്ടരാണെന്നാണ് ആദ്യത്തെ ആശയം. രണ്ടാമത്തെ ചോദ്യം, हमको बौला रखा, हम बड़े दुखी हैं. इन पंक्तियों के द्वारा कुछ पौधों का असंतोष प्रकट है, आधुनिक सामाजिक परिस्थितियों के आधार पर चर्चा करें. ഞങ്ങളെ കുള്ളന്മാരാക്കി മാറ്റി, ഞങ്ങൾ വളരെ ദുഃഖിതരാണത്. ഈ വരികൾ വരുന്ന ആശയങ്ങൾ കുറച്ച് ചെടികളുടെ അസന്തുഷ്ടരാണ് ഉള്ളത്. ആധുനിക സാമൂഹ്യ പരിസ്ഥിതി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. എന്താണ്? कुछ छोटे पौधे ऐसा सोचते हैं कि हमको छोटा बनाकर ही ये बड़े बन गए हैं. കുറച്ച് ഈ കുറ്റിച്ചെടികൾ ചിന്തിക്കുന്നു, ഞങ്ങളെ ചെറുതാക്കിക്കൊണ്ടാണ് ഇവർ വലുതായത്.
इनके कारण से हमें आगे बढ़ नहीं सके. ഇവരുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വളരാൻ പറ്റാത്തത്. इसका आशय है कि आधुनिक समाज में दूसरों के दोषों को ढूंढ निकालने की आदत बहुत ज्यादा है. ഇതിന്റെ ആശയം ഇതാണ്, ഇന്നത്തെ സമൂഹത്തിൽ മറ്റുള്ളവരുടെ ദോഷങ്ങൾ കണ്ടുപിടിക്കാനുള്ള സ്വഭാവം വളരെ കൂടുതലാണ്. अपनी गलती को नहीं समझकर दूसरों को दोषी बताते हैं. തങ്ങളുടെ തെറ്റുകളെ മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഏറ്റുപറയുന്നു സമൂഹത്തിന്റെ മുന്നിൽ. രാഷ്ട്രീയക്കാരെല്ലാം അങ്ങനെയല്ലേ? ഇലക്ഷനൊക്കെ വോട്ട് ചോദിക്കുമ്പോൾ തങ്ങളുടെ കഴിവിനെ കുറിച്ചൊന്നുമല്ല, അവൻ അങ്ങനെ ചെയ്തു, ഇവൻ ഇങ്ങനെ ചെയ്തു, മറ്റേയാൾ അങ്ങനെ ചെയ്തു, മറിച്ചവൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവന്റെ ദോഷങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവൻ ഇലക്ഷനും വോട്ട് പിടിക്കുന്നത്. അല്ലാതെ എനിക്ക് ഇത്രയൊക്കെ ഉണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഇതാണ്, എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, പറയത്തില്ല. മറ്റുള്ളവന്റെ ദോഷം ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് വ്യക്തമായി ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത് അത് തന്നെയല്ലേ? മാറി മാറി വരുന്ന സർക്കാരുകളിൽ നടക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, രാഷ്ട്രീയത്തിലോട്ട് പോകുന്നുമില്ല. നിങ്ങൾക്കറിയാം ചർച്ച, പണ്ടത്തെ സംഭവം എന്താണ്, ഇന്ന് നടക്കുന്ന സംഭവം എന്താണ് അല്ലെ? ശരിയും തെറ്റും, എന്റെ ശരി നിങ്ങളുടെ തെറ്റ്, എന്റെ തെറ്റ് നിങ്ങളുടെ ശരി, ഇത്രേ ഉള്ളൂ. എല്ലാം നടത്തും. അടുത്തത് യഹാം കിസ് സാമാന്യ സ്ഥിതി കാ ഇശാരാ ഹൈ. വൈശ്വീകരൻ, ആഗോളവൽക്കരണം. ഇന്ന് ഗ്ലോബലൈസേഷൻ ആണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ന്യൂക്ലിയർ ഫാമിലീസ് ഒക്കെ വന്നതുകൊണ്ട് पर्यावरण का प्रदूषण ज्यादा बढ़ रहा है. परिस्थितिയുടെ प्रदूषण, मलिनीकरण കൂടുതൽ വരുന്നു. यहाँ बरगद और छोटे पौधों का प्रतीक बनाकर कवि ऐसा बनाना चाहते कि बरगद का पेड़ दूसरों को छाया देकर विनम्रता का भाव दिखाता है. ഇവിടെ ആൽമരത്തിനെയും ചെറിയ കുറ്റിച്ചെടികളെയും പ്രതീകമാക്കിക്കൊണ്ട് കവി പറയുന്നത് ഇതാണ്. എന്ത്? ഈ ആൽമരം മറ്റുള്ളവർക്ക് തണൽ നൽകിക്കൊണ്ട് വിനമ്രതയാണ്, വിനയമാണ് മനസ്സിലാക്കി തരുന്നത്. കുറ്റിച്ചെടികളാണെങ്കിൽ അഹങ്കാരം കൊണ്ട് തങ്ങളെ തന്നെ മുന്നോട്ട് വളർത്താത്തതിന്റെ കാരണത്തിനെ ഈ ബർഗദ് അല്ലെങ്കിൽ ആൽമരത്തിനോട് ആരോപിക്കുന്നു. ഇവിടെ ദോഷ് ദേഖ്നെ വാലോം കി ദൃഷ്ടി പർ, ദോഷ് ദേഖ്നെ വാലോം കി ദൃഷ്ടി പർ ഹൈ. ദോഷം ആരോപിക്കുന്നവര് അവരുടെ കണ്ണിലെ അല്ലെങ്കിൽ അവരുടെ ചിന്തയിലാണ് ദോഷമുള്ളത്, അല്ലാതെ സമൂഹത്തിന്റെ കുഴപ്പമല്ല, കാഴ്ചപ്പാടിലല്ല. ദോഷേക്ക് ദൃക്ക്, കാണുന്നതിനെല്ലാം ദോഷമായിട്ടേ കാണുന്നു, നെഗറ്റീവ് സെൻസ്. അതാണ്. ഇനി അടുത്ത ചോദ്യം, പൗധോം കി പീഡിയം കവിതയ്ക്ക് ആസ്വാദന ടിപ്പണി തയ്യാർ കരേ. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഞാൻ വലിയൊരു ആസ്വാദനക്കുറിപ്പാണ് നിങ്ങൾക്ക് തയ്യാറാക്കി തന്നത്, അത് നോക്കുക. പൗധോം കി പീഡിയം സന്ദേശ് ദേത്താ ഹൈ. എന്തൊരു ഹെഡിങ് വേണം, ആസ്വാദനക്കുറിപ്പിന് ഒരു ഹെഡിങ് വേണം. എന്ത് ഹെഡിങ് വേണം കൊടുക്കാം? നയി പീഡി എന്ന് കൊടുക്കാം. प्रस्तुत कविता के कवि श्री हरिवंश राय बच्चन हिंदी साहित्य के प्रमुख कवि हैं. ഈ കവിതയുടെ പ്രമുഖ കവി ഹരിവംശ റായ് ബച്ചൻ ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ കവിയാണ്. ഉनकी प्रमुख रचनाएं हैं. അദ്ദേഹത്തിന്റെ പ്രമുഖ രചനകളാണ് മധുശാല, മധുബാല, മധുകലശ് എന്നിവ. ഈ കവിതയിൽ അദ്ദേഹം സാമൂഹ്യ സ്ഥിതികളെ വർണ്ണിക്കുകയാണ്. കവി कहते हैं, കവി പറയുന്നു, मैंने एक बड़े बरगद के पेड़ को खड़े रहने वाले दृश्य को देखा. ഞാൻ കവിതയിൽ പറഞ്ഞ ആശയങ്ങളാണ് വീണ്ടും സാരാംശമായിട്ട്. ഞാൻ ഒരു വലിയ ആൽവൃക്ഷ ഒരു സ്ഥലത്ത് നിൽക്കുന്നതായിട്ട് കണ്ടു. उनके नीचे छोटे छोटे कुछ पौधे बड़े सुशील और विनम्र होकर कहते हैं कि हम बड़े सौभाग्यवान हैं. അതിന് താഴെ ചെറിയ ചെറിയ കുറ്റിച്ചെടികൾ വളരെ സുശീലമായിട്ടും വിനമ്ര ഹോക്കർ कहते हैं, വിനമ്രതയോടുകൂടി പറയുകയാണ് ഞങ്ങൾ എത്ര സൗഭാഗ്യവാന്മാരാണ്. ഞാൻ കുറേ പ്രാവശ്യം ആവർത്തിച്ചു കഴിഞ്ഞ ആശയം, നിങ്ങൾക്ക് അതുകൊണ്ട് പഠിക്കാൻ പറ്റും. ആകെ कहते हैं, എന്നിട്ട് മുന്നോട്ട് പറയുന്നു, ആസ്മാൻ സെ ജോ ആഗ് ബർസേം പാനി ബർസേം ആന്തി ടൂട്ടേം തോ ഭി ഹമാരെ ലിയേ ഡർ നഹീ. ആകാശത്ത് നിന്ന് തീ വർഷിച്ചാലും മഴ പേമാരി വർഷിച്ചാലും കൊടുങ്കാറ്റ് വന്നാലും ഞങ്ങൾക്ക് ഒരു പേടിയില്ല. എന്തുകൊണ്ടെന്നാൽ ക്യോങ്കി एक बड़े बरगद का पेड़ की छाया में हम बहुत सुरक्षित और सुखी हैं. വലിയ വൻ വൃക്ഷത്തിന്റെ ചോട്ടിൽ ഞങ്ങൾ വളരെ സുരക്ഷിതരും സുഖിയന്മാരുമാണ്, സുഖവാന്മാർ ജീവിതം നയിക്കുന്നവരാണ്. लेकिन कुछ छोटे पौधे इस बरगद के पेड़ के नीचे बहुत असंतुष्ट होकर खड़े हैं. എന്നാൽ ഈ കുറച്ച് ചെറു ചെടികൾ, ഒരു സമൂഹത്തിൽ 2 വിഭാഗം ആൾക്കാരുണ്ടാവില്ല, അങ്ങനെ ചിന്തിച്ചാൽ ഈ ആൽമരത്തിന്റെ ചോട്ടിൽ വളരെ അസന്തുഷ്ടരായിട്ട് നിൽക്കുന്നു. മുझे देखने इस प्रकार कहने लगे कि हम कितने निर्भाग्यवान हैं. എന്നെ കണ്ടിട്ട് അവർ പറയാണ്, ഞാൻ എത്രത്തോളം നിർഭാഗ്യവാനാണ്. हमें खतरों का सामना नहीं कर सकते हैं. ഞങ്ങൾക്ക് खतरों का അപകടങ്ങളെ നേരിടാൻ കഴിയുന്നില്ല. ऊपर आने नहीं देते हैं, മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല. इसी बड़े बरगद के पेड़ की छाया में हमें छोटा बना दिया है. ഈ വലിയ ആൽമര ചോട്ടിലെ തണലിൽ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങളെ ചെറുതാക്കി മാറ്റുന്നു. इसमें हम बड़े दुखी हैं. ഇതിൽ ഞങ്ങൾ വളരെയധികം ദുഃഖിതരാണ്. ഇതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറ്റം പറയുകയില്ല, CBSE പഠിക്കുന്ന കുട്ടികളും സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികളും തമ്മിലുള്ള വ്യത്യാസമാണ്.
CBSE പഠിക്കുന്ന കുട്ടികൾ വീട്ടിന്റെ മുന്നിൽ നിന്ന് വണ്ടിയിൽ കയറുന്നു, സ്കൂളിൽ ഇറങ്ങുന്നു, അവിടെ നിന്ന് കയറുന്നു, തിരിച്ചു വരും. എന്താണ്, എങ്ങനെ വണ്ടി പിടിക്കണമെന്നോ ഒന്നും അറിയാം. ഒരു ദിവസം പെട്ടെന്ന് ഒരു സമരം വന്നാൽ സ്കൂളിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ എങ്ങനെ വീട്ടിൽ വന്ന് 10 ഫോൺ കോൾ ചെയ്യുക. സ്റ്റേറ്റ് സിലബസിലെ കുട്ടികളാണെങ്കിൽ അവരെങ്ങനെ പോയിക്കോളും. ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, അത് മോശമാക്കാനല്ല ഞാൻ പറയുന്നത്, അവർക്ക് കാര്യപ്രാപ്തി ഉണ്ടാവുന്നുണ്ട് കുറച്ചുകൂടി. അതുപോലെ പരീക്ഷയിലെ ക്വസ്റ്റ്യൻ തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറഞ്ഞാണ് CBSEയിലെ ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത്. ഇതേപോലെ നോട്ട് കൊടുക്കുന്നു, പഠിക്കുന്നു, ഇത് തന്നെ ചോദിക്കുന്നു, എഴുതുന്നു. പക്ഷേ ഗവൺമെന്റ് സ്കൂളിലെ പരീക്ഷയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് മേലോട്ട് വരാൻ ഒന്നും അറിയില്ല. ആ ഫ്രെയിമിൽ നിന്നുകൊണ്ട് മാറി ഒരു ചോദ്യം ചോദിച്ചാൽ എഴുതാൻ അറിയത്തില്ല. പക്ഷെ ഞാനൊക്കെ പഠിപ്പിക്കുന്ന ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾ എന്ന് പറയുന്നത് പൊതു വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ നിന്നും പൊതുവായ ഒരു ചോദ്യം, കേരളം മൊത്തം ഒരു പൊതുവായ ചോദ്യത്തിനെ നേരിടുന്നു. അതിൽ പലതരം ക്വസ്റ്റ്യൻസ് കാണാപ്പാടമല്ല ചോദിക്കുന്നത്. ഒരു പാഠം പഠിച്ചിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, ഇപ്പൊ നിങ്ങൾ ഇത് എഴുതുന്ന ആസ്വാദനക്കുറിപ്പ് എഴുതുന്നു, ഇത് അവിടെ ഇല്ല. അവിടെ വേറെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, അതെന്ത് പറഞ്ഞു, ചോട്ടെ പൗധേ ക്യാ കഹാ, ബഡേ പൗധേ ക്യാ കഹാ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ ക്യാപ്സ്യൂൾ പരിപാടി അല്ല ഗവൺമെന്റ് സിലബസിൽ നടക്കുന്നത്. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, അത് മനസ്സിലാക്കാൻ വേണ്ടി. കുറ്റക്കുറവ് എന്നാലും രണ്ടിനെ കുറവ്, ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫീഡിങ്, സ്പൂൺ ഫീഡിങ് ആണ് ക്യാപ്സ്യൂൾ CBSE സ്കൂളിലാണ്. പക്ഷെ ഗവൺമെന്റ് സ്കൂളിൽ സ്പൂൺ ഫീഡിങ് അല്ല. കുച്ച് അവർ ചോട്ടെ പോതേ വേ അപ്നാ ഹിത് ഹി മാനത്തെ. വേറെ മൂന്നാമത്തെ തലമുറയിലെ ആൾക്കാർ അവരുടെ സെൽഫിഷാണ്, സ്വാർത്ഥന്മാരാണ്, തങ്ങളുടെ കാര്യം മാത്രം. ബർഗദിനെ കണ്ട്, ആൽമരത്തിനെ കണ്ടിട്ട് ഗർജിക്കുന്നു, ഗരജ്തേ ഹെ കഹത്തെ ഹെ കി ഹംകോ ചോട്ടെ ബനാക്കർ വേ ബഡേ. അവർ പറയുന്നു, ഞങ്ങളെ ചെറുതാക്കിയത് കൊണ്ടാണ് അവർ വലുതായത്. ഞങ്ങള് അടുത്ത വാചകം എന്താ, അഗർ ഹമാറാ ജന്മ പഹലെ ഹോത്താത്തോ, ഞങ്ങൾ ആ ജന്മം ആദ്യമേ ഉണ്ടായിരുന്നുവെങ്കിൽ ഇസ്സേ ഭി ബഡാ ബൻ സക്തേ, ഇതിനെക്കാട്ടിലും വലുതാകാൻ. 6 കുറ്റം നമ്മൾ നേരത്തെ എനിക്കത് 6 കുറ്റമാണ്. अगर हमारा जन्म पहला होते तो हम इससे भी बड़े बन सकते थे. ഇതിനെക്കാട്ടിലും മുൻപേ ഞങ്ങൾക്ക് വലുതാക്കാൻ, ഇവരെക്കാട്ടിലും വലിയവനാകാൻ കഴിഞ്ഞേനെ. ഹം ഇസ്കെ ദാദാ കർ സക്തേ थे, നമുക്കിതിനെ അപ്പൂപ്പൻ, ഇവരുടെ അപ്പൂപ്പൻ എന്ന് നിങ്ങൾ വിളിച്ചേ എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ അർത്ഥം? എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവിയായിട്ട് ഞങ്ങൾ ശ്രേഷ്ഠരായേനെ, ഒന്നുമല്ല, ഈ ആൽമരം ഒന്നുമല്ല എന്ന് സ്ഥാപിക്കാനാണ് ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. പഴയ തലമുറയിലെ ആൾക്കാരെക്കാട്ടിലും ഇവരെ ഞങ്ങൾക്കുണ്ട്, പഴയ തലമുറയിലെ ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല എന്നുള്ള രീതിയാണ് മൂന്നാമത്തെ തലമുറയിലെ ഈ കഥ പറയും. ഇനി സമയ കാ ദോഷ് ഹമേശ ഹം നഹി സഹ, സമയത്തിന്റെ ദോഷം ഞങ്ങൾക്ക് എപ്പോഴൊന്നും സഹിച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. ഹം കാണ്ടോ കി കുൽഹാടി തയ്യാർ കരേങ്കെ, മുള്ളുകൾ കൊണ്ട് കോടാലി ഞങ്ങൾ തയ്യാറാക്കും. എന്നിട്ടോ കുത്തി 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 അല്ലെങ്കിൽ വെട്ടി 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 നുറുക്കി 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 ആ മരം മുഴുവൻ മുറിച്ചു. ഫിർ ജബ് ആപ് ആയെങ്കെ തോ ബർഗത് കി ഡാലിയാ, നിങ്ങൾ വരികയാണെങ്കിൽ ഈ ആൽമരത്തിന്റെ കൊമ്പുകളെല്ലാം വെട്ടി നുറുക്കും. പിന്നെയോ കേവൽ ധൂണ്ട് മാത്രം, മരക്കുറ്റി മാത്രം അവിടെ ഉണ്ടാവും. അവർ ബാക്കി സബി ഭാഗോ ഹം കാട്ട് ഡാലെങ്കെ, ബാക്കി എല്ലാത്തിനെയും പൂർണ്ണമായിട്ടും ഞങ്ങൾ കട്ട് ചെയ്ത് മാറ്റും. ഇത് സാരാംശമാണ്. ഇനി കൺക്ലൂഷൻ. ആസ്വാൻ ടിപ്പണിയിൽ അവസാനം ഒരു ഇൻട്രൊഡക്ഷൻ വേണം, പിന്നെ സാരാംശം വേണം, ലാസ്റ്റ് കൺക്ലൂഷൻ. ഇതാണ് ആസ്വാൻ ടിപ്പണിയുടെ ഒരു എഴുതുന്ന രീതി. यहाँ बरगद के पेड़ की विनम्रता और छोटे पौधों की अहंकार की भावना प्रतीकात्मक रूप से कवि ने पेश किया. ഇവിടെ ആൽമരത്തിന്റെ വിനമ്രതയും വിനയവും കുറ്റിച്ചെടികളുടെ അഹങ്കാരത്തിന്റെ ഭാവനയും പ്രതീകാത്മകമായ രൂപത്തിൽ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു. हमारे समाज इस प्रकार के लोग बहुत से ज्यादा है. നമ്മുടെ സമൂഹത്തിൽ ഇതുപോലത്തെ ആൾക്കാർ ഒത്തിരി ഉണ്ട്, നമുക്ക് കാണാം, നമുക്ക് ചുറ്റും കാണാം. अपने लिए कुछ दोष है तो दूसरों के ऊपर आरोप करेंगे. തങ്ങൾക്ക് കുറച്ച് കുറ്റം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരിൽ ആരോപിക്കും. वे बड़े बन गए हैं तो अपने आप में ही बड़े हुए हैं, ऐसी भावना रखते हैं. അവർ സ്വയം വലുതായിട്ടുണ്ടെങ്കിൽ അവരുടെ മാത്രം കഴിവാണെന്നും മറ്റുള്ളവർക്കൊന്നും അതിൽ യാതൊരു പങ്കില്ലാന്നും ഒരു ഇന്നത്തെ ഭാഷ ഉളുപ്പുമില്ലാതെ പറയും. യാരോടും യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ലാതെ. അതാണ് സ്വാർത്ഥന്മാരുടെ ലക്ഷ്യം. ऐसी भावना रखने वाली सामाजिक व्याख्या को कवि ने अच्छे ढंग से वर्णित. ഇങ്ങനത്തെ ഭാവനയെ വെച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ ഒരു വ്യാഖ്യയാണ് ഈ കവിതയിൽ കൊടുത്തിരിക്കുന്നത്. ഇത്രയുള്ള ആസ്വാൻ ടിപ്പണി നിങ്ങളുടെ നോട്ട്ബുക്കിലുണ്ട്. ഇനിയും മനസ്സിലായില്ല എന്ന് പറയുന്നത് ഇത് എൻ്റെ മാത്രം ആശയമാണ്. ഇതുപോലെ വേറൊരു അധ്യാപനമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ വേറൊരു രീതിയിലായിരിക്കും. കവിത എന്ന് പറയുന്നത് അതാണ്. ഒരു കവിത എഴുതുന്നതോടുകൂടി ആ കവിത മരിച്ചു കഴിയും. അപ്പൊ അതിനെ പിന്നീട് കവിത ജീവിക്കുന്ന പലതരം വ്യാഖ്യാനങ്ങളാണ്. ഇപ്പൊ നിങ്ങളിപ്പോ ഇത്രയും കുട്ടികളുണ്ടെങ്കിൽ ആസ്വാനക്കുറിപ്പ് ഒരേപോലെ കോപ്പി റൈറ്റ് അല്ല ചെയ്യേണ്ടത്. പക്ഷെ മുഖ്യമായ ആശയം ഇതൊന്നും തന്നെയായിരിക്കും. വ്യാഖ്യാനം പലതരത്തിലായിരിക്കും. അപ്പോഴാണ് കവിത ജീവിക്കുന്നു നിങ്ങളിലൂടെ. ഓക്കെ, കവിത കേലിയ അന്യ ശീർഷകത്തെ സമർത്ഥൻ കരെ. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം. ശീർഷക്
ബദൽത്തെ വാലി പീഠിയ, മാറിവരുന്ന തലമുറ. ഉചിത് ശീർഷക് ഹെ, ഇതാണ് എനിക്ക് തോന്നിയത്, അത് ഞാൻ കൊടുത്തു. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൊടുക്കാം. क्योंकि कविता का सार और मुख्य भाव वर्तमान समाज की कुरीतियों पर प्रकाश डाला है. എന്തുകൊണ്ടെന്നാൽ ഈ കവിതയുടെ മുഖ്യഭാവവും ആശയവും ഇന്നത്തെ സമൂഹത്തിലെ കുരീതികൾ, വേണ്ടാത്ത ജൽപ്പനങ്ങളിലോട്ടാണ് പ്രകാശം വിടുന്നത്. ഇത്രയേ ഉള്ളൂ. പിന്നെ വരുന്ന ചോദ്യം പ്രൊഫൈലാണ്. ഹരിവംശ റായ് ബച്ചൻ. ഞാൻ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ആദ്യമേ പറഞ്ഞു, പ്രൊഫൈൽ ബയോഡാറ്റ തന്നിട്ടുണ്ടാവും, അത് പാരഗ്രാഫായിട്ട്. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ധന്യവാദ്. നിങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഇങ്ങനെയൊരു റെക്കോർഡഡ് ക്ലാസ് ഞാൻ എടുത്തത്. എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ, മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ധന്യവാദ്.